വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് നടത്തുന്ന പണിമുടക്ക് തുടരുകയാണ്. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഒപ്പം ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സിപിഐയുടെ സർവീസ് സംഘടനകളുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതികരണത്തിലേക്ക് നയം തൊഴിലാളികൾക്ക് അനുകൂലമാകണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായ, പണിയെടുക്കുന്നവർക്ക് അനുകൂലമായ ഒരു നിലപാടുമായി മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് ഈ പണിമുടക്ക്. ഇത് ഗവൺമെന്റിനെതിരെയല്ല, ഗവൺമെന്റ് നയം മാറ്റത്തിനെതിരെയാണ്. ആ നയം മാറിയാൽ ഇനിയും തുടരായ സമരങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹം നേരിട്ടിടപെടണം. ധനകാര്യ വകുപ്പിൽ അദ്ദേഹം നേരിട്ടിടപെടണം. ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവനക്കാർക്കെതിരെയുള്ള പ്രലോഭകരമായ തീരുമാനങ്ങൾ അവസാനിപ്പിക്കണം. നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകണം. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകണമെന്നാണ് ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ പണിമുടക്കം വിജയിപ്പിച്ച ജീവനക്കാരോട് അഭിവാദ്യമുണ്ട്. ഈ നിങ്ങളിപ്പോൾ നോക്കിയതറിയാം, ജില്ലകളിൽ ചെന്നാൽ ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഭൂരിഭാഗം ഡയറക്ടറേറ്റുകളും അടഞ്ഞു കിടക്കുന്നു. സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നതിന്റെ സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് ഈ പങ്കെടുത്ത ജീവനക്കാർക്ക്, ഈ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്തുണയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. സെറ്റോയും ജോയിന്റ് കൌൺസിലും ഒരുമിച്ച് നടത്തുന്ന സമരം കൂടിയാണ്. ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓഫീസുകൾക്ക് പോലീസ് സംരക്ഷണം. സർക്കാർ അനുകൂല നിലപാടില്ലല്ല, അപ്പോഴും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു സംഘടനകൾ. പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പ്രതിപക്ഷ സർവീസ് സംഘടനകൾ സെറ്റോയും ഒപ്പം സിപിഐയുടെ ജോയിന്റ് കൌൺസിലും സമരത്തിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് CPI അനുകൂല സർവീസ് സംഘടനകൾ പ്രഖ്യാപിച്ച സമരം നടക്കുന്നത്. ഒരു വിധത്തിലുള്ള അനുഭാവവും സമരത്തോട് കാണിക്കുകയില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഓഫീസുകൾക്കും പോലീസ് സംരക്ഷണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടിയാണ് സർക്കാർ കടന്നിരിക്കുന്നത്. സർക്കാരിന്റെ അനുഭാവ നിലപാട് സമരത്തിനില്ല. ജോയിന്റ് കൌൺസിലിന്റെ സമരപ്പന്തൽ പോലീസ് പൊളിക്കുകയും ചെയ്തിരുന്നു. വിവിധ ആവശ്യങ്ങൾ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. കൊല്ലത്ത് ആണ് ജോയിന്റ് കൌൺസിൽ നിർമ്മിച്ച സമരപ്പന്തൽ പോലീസ് പൊളിച്ച് നീക്കിയത്. സമരം തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് പോലീസ് എന്ന് ജോയിന്റ് കൌൺസിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ണൂരിൽ ജീവനൊടുക്കിയ മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. NGO യൂണിയന്റെ പ്രവർത്തകരായിരുന്നു നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയും. ഇന്ന് നിലവിൽ പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലാണ് മഞ്ജുഷ ജോലി ചെയ്യുന്നത്. ജോലിക്ക് എത്തുകയില്ല എന്ന അറിയിച്ചു രേഖാമൂലം കത്ത് നൽകിയിട്ടുമുണ്ട്. ഷംന ചേർന്നു. ഷംന, കൊല്ലത്തൊക്കെ സമരപ്പന്തൽ പൊളിക്കുന്ന നിലപാടിലൊക്കെയാണ് പോലീസ് കടക്കുന്നത്. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത്? അപർണ, തീർച്ചയായും തിരുവനന്തപുരത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ വിവിധ ഗേറ്റുകളിലായി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുമ്പിൽ ഈ ജീവനക്കാർ ഇരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കാണാൻ കഴിയും. ഒരിക്കലും സർക്കാരിന് നേരെയല്ല, സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരെയാണ് ഈ പണിമുടക്ക് എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ഈ ശമ്പള പരിഷ്കരണം അത് പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു. നിരവധി ചർച്ചകൾക്ക് വിളിച്ചിട്ട് പോലും സർക്കാർ അതിനൊന്നും തയ്യാറായില്ല എന്നുകൂടി അവർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ അത് പിൻവലിക്കണം, പഴയ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കണം, ഒപ്പം DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. ഈ സമരക്കാർ എടുത്തു പറയുന്ന ഒരു കാര്യം, കാരണം CPI സംഘടന അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സർക്കാരിനെതിരെയല്ല ഈ സമരം, സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ്. മറ്റ് തൊഴിലിടങ്ങൾക്ക് കൂടി മാതൃകയാകേണ്ടവരാണ് സർക്കാരിലെ
ജീവനക്കാർ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ, എന്നിട്ട് അവർക്ക് അവരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളിൽ പോലും കൃത്യമായി ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് കൂടി ആരോപിക്കുന്നുണ്ട്. എന്തായാലും 15ഓളം പ്രതിപക്ഷത്തിന്റെ 15ഓളം സംഘടനകളും ഒപ്പം ജോയിന്റ് കൗൺസിലുമാണ് ഈ സമരത്തിൽ പങ്കാളികളാകുന്നത്. നേരത്തെ തുടക്കത്തിൽ ഈ സമരത്തിന്റെ തുടക്കത്തിൽ ഈ ജീവനക്കാരെ തടയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ ഗേറ്റിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഈ ഓരോ മിനിറ്റിലും ഈ സമരത്തിന്റെ ഈ പണിമുടക്കിന്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട എല്ലാ ഗേറ്റിന് മുമ്പിലും ഈ പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് സമരം നടത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ സമരം നടത്തുന്ന ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തിൽ നിന്നും അവരുടെ ശമ്പളം കട്ട് ചെയ്യും. എന്നാൽ അതൊന്നും തങ്ങളുടെ പണിമുടക്കിന് അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ സമരത്തിന്റെ പ്രതിനിധികളുണ്ട്. ചേട്ടാ, ഈ സർക്കാർ ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും അങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. ഡയസോൺ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചാണ്. എന്നിട്ടും ഈ സമരവുമായി അല്ല, നമുക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ പണിമുടക്കത്തെ ഏറ്റെടുത്തു. നമുക്ക് കിട്ടുന്ന വാർത്തകൾ കേരളത്തിലെ ഏകദേശം മുഴുവൻ ഭൂരിഭാഗം ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നതാണ്. അവിടെ എവിടെയായി ചില ഓഫീസുകൾ വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായി തുറന്നിട്ടുണ്ട്. എന്നാലും സമരം ജനങ്ങളുടെ ബന്ധപ്പെടുന്ന ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു. നമുക്ക് സന്തോഷമുള്ളത് എന്തെല്ലാം പ്രതിസന്ധികൾ, ഏതെല്ലാം രീതിയിലെ പ്രതിരോധങ്ങൾ, ആ പ്രതിരോധങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവനക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, കാരണം ജീവനക്കാർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ മാറ്റാനും പറയാത്തോട് ഞങ്ങൾ ചോദിക്കുന്നു. പെൻഷൻ എന്ന് പറഞ്ഞ വിഷയം വൈകാരികമാണ്. നമുക്കെല്ലാം വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് ഈ 1864 മുതൽ ഉണ്ടായ ഒരു സംവിധാനത്തിനാണ് ഈ UDF ഗവൺമെന്റ് ഇല്ലാതാക്കിയത്. അതിനെതിരെ LDF ആണ് തീരുമാനമെടുക്കേണ്ടത്. ആ LDF പിന്നോക്കം പോയപ്പോൾ നമുക്ക് തൊഴിലാളികൾക്ക് മറ്റൊരു രക്ഷയുമില്ല. നമുക്ക് പണിമുടക്കല്ല നിവൃത്തിയില്ല. നമ്മൾ നിരന്തരമായി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ പണിമുടക്കത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2022-ലും 2023-ലും 2024-ലും നമ്മൾ നിരന്തരമായി ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കേൾക്കാത്തോണ്ട് ഇടയ്ക്ക് ധനകാര്യ മന്ത്രിയെ നിയമസഭയിൽ പറഞ്ഞതാണ് പിൻവലിക്കാൻ പോകുന്നു. പക്ഷേ ആ പിൻവലിക്കൽ പൂർത്തിയായില്ല, അതിന്റെ നടപടികൾ പൂർത്തിയായില്ല. അപ്പൊ സ്വാഭാവികമായി മറ്റൊരു മാർഗവുമില്ല. ഞങ്ങളുടെ ഇടതുപക്ഷ ആശയത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ പെൻഷൻ പദ്ധതി, ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന് പറഞ്ഞ ആശയം ഇടതുപക്ഷത്തിന്റേതാണ്. ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ AITUC-യും CIT ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന്. ഈ പങ്കാളിത്ത പെൻഷനിലടക്കം ഇപ്പൊ പ്രതിപക്ഷം സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു സമരം നടക്കുന്നത്. അപ്പോൾ ഇതിന് അനുകൂലമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് പ്രതീക്ഷയുണ്ട്. സർക്കാരിനെ പ്രതീക്ഷിക്കുക. നമ്മൾ ഈ നിയമസഭയിലെങ്കിലും ഈ പദ്ധതി പിൻവലിച്ചുകൊണ്ട് ജീവനക്കാരനെ പിടിക്കുന്ന വിഹിതം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. എന്നിരുന്നാലും ഒരു പണിമുടക്കങ്ങളെ കണ്ടില്ല എന്നടിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തയ്യാറാവില്ല. ജനാധിപത്യപരമായ പണിമുടക്കങ്ങളെ അവർ മനസ്സിലാക്കും, ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അത് തന്നെയാണ് ഈ സഭ ചേരുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പണിമുടക്കിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യത്തിൽ ഉടൻ തന്നെ സർക്കാർ ഒരു അനുകൂല നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു വിശ്വാസം. ഐഷത്തുൽ ഷംന, സർക്കാർ അനുഭാവപരമായ നിലപാടിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുമെന്ന് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു. അതേസമയം കൊല്ലത്തടക്കം ജോയിന്റ് കൗൺസിലിന്റെ സമരപ്പന്തൽ പോലും പോലീസ് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ പേർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസവും ഒക്കെ സമര സംഘടനകൾക്കുണ്ട്. ഇതിനിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലം കളക്ടറേറ്റിൽ എത്തുകയില്ല ഇന്ന് പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ ജോലി ചെയ്യുന്ന മഞ്ജുഷ ഇന്ന് ജോലിക്ക് എത്തില്ല എന്നറിയിച്ച് രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തിരുന്നു. വീണ്ടും അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ്.